ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. പ്രിയപ്പെട്ട ശാലോം ടെലിവിഷൻ പ്രേക്ഷകരെ, യേശുനാമത്തിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം അടിസ്ഥാനമാക്കി ഇന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ മേലധികാരികൾ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, കഴിയുന്നിടത്തോളം ബൈബിൾ വായിക്കണം, ദൈവവചനം വായിക്കണം എന്നൊക്കെ. എന്നാൽ മനസ്സുകൊണ്ട് അതിനെ വേണ്ട വിധം സ്വീകരിക്കാൻ കഴിയാതെ പോയ ഒരാളാണ് ഞാൻ. അതിന് എനിക്ക് എൻ്റേതായ ഒരു ന്യായവും അന്നുണ്ടായിരുന്നു. ബൈബിള് പലതവണ ഞാൻ വായിച്ചതാണ്. അതിലെ മിക്കവാറും സംഭവങ്ങളൊക്കെ എനിക്കറിയാം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടും. ഉദാഹരണത്തിന്, ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ധൂർത്തപുത്രൻ്റെ കഥയാണെന്ന് മനസ്സിലാകും. അതിൻ്റെ ബാക്കിയൊക്കെ മനസ്സിലാകും. സഖേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് പൊക്കം കുറവായിരുന്നതിനാൽ മരത്തിൽ കയറി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി മുഴുവൻ മനസ്സിൽ ഓർമ്മ വരും. നീ സ്നേഹിക്കുന്നവൻ രോഗിയായി കിടക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ ആ വചനം കേൾക്കുമ്പോൾ ഇത് കർത്താവ് ഏറ്റവും സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ കാര്യമാണെന്ന് മനസ്സിലാകും. അങ്ങനെ ഒരു വാചകം കേൾക്കുമ്പോഴത്തേക്കും മിക്കവാറും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ എന്തിനാണ് അത് വായിക്കുന്നത്? ഇതായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ പിന്നീട് എൻ്റെ ഈ ചിന്ത ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് മാറിപ്പോയി. അത് എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യം ഇതാണ്: മനുഷ്യൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മനുഷ്യർക്ക് അവരുടെ വാക്കുകൾ ഉപയോഗിച്ച് ഇഷ്ടമുള്ള വികാരങ്ങളും മാനസിക അവസ്ഥകളും മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യർക്ക് വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ചിന്തകളെ സ്വാധീനിക്കാൻ പറ്റും, ബോധ്യങ്ങളെ സ്വാധീനിക്കാൻ പറ്റും, പ്രവൃത്തികളെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മനുഷ്യൻ അവൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മൂഡ് മാറ്റിയെടുക്കുന്നത് ഞാൻ കണ്ടു. വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരിൽ സന്തോഷവും സങ്കടവും അരിശവും നിരാശയും വാശിയും പകയും നിസ്സംഗതയുമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ബോധ്യങ്ങൾ മാറ്റുന്നത് ഞാൻ കണ്ടു. പ്രവർത്തന ശൈലി മാറ്റുന്നത് ഞാൻ കണ്ടു. വിശ്വാസമുണ്ടാകുന്നതും വിശ്വാസം കുറയുന്നതും കണ്ടു. ദുശ്ശീലങ്ങൾ പഠിക്കുന്നതും ദുശ്ശീലങ്ങൾ മാറിപ്പോകുന്നതും കണ്ടു. ഭക്തി കൂടുന്നതും ഭക്തി കുറയുന്നതും കണ്ടു. ചിരിക്കുന്നതും കരയുന്നതും കണ്ടു. സങ്കടപ്പെടുന്നതും അരിശപ്പെടുന്നതും കണ്ടു. അതെ, മനുഷ്യർക്ക് അവരുടെ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ, അവരുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ, അവരുടെ ചിന്തകളെയും ബോധ്യങ്ങളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഞാൻ ദേവഗിരി കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം ആദ്യം പറയാം. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി കൃത്രിമം കാണിച്ചു. നേരത്തെ പരീക്ഷ എഴുതിപ്പോയ തൻ്റെ അടുത്തിരുന്ന വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് എടുത്ത്
ഈ വിദ്യാർത്ഥി രജിസ്റ്റർ നമ്പർ പരസ്പരം മാറ്റി എഴുതി. ഇത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപകൻ കണ്ടെത്തു. വിവരം പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്തു. പ്രിൻസിപ്പൽ അത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയാണ്. അവരൊക്കെ ഇവനെ ഗുണദോഷിച്ചു, വഴക്ക് പറഞ്ഞു. ഇതെല്ലാം ഓർത്ത് ഇവൻ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക. ഞാനും ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എനിക്കവനോടൊരു സഹതാപം തോന്നി. ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാരമില്ല. ഇപ്പം എല്ലാവരും അവനെ വഴക്ക് പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം സാരമില്ലെന്ന് പറയുന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് എൻ്റെ നേരെ നോക്കി. ഞാൻ പറഞ്ഞു, ചെയ്തത് തെറ്റാണ്. ഒരുപക്ഷെ നിന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുത്ത് പലതവണ മുടങ്ങും. പക്ഷേ തല പോവില്ല, നീ വീട്ടിൽ പോകും. അങ്ങനെ അവൻ വീട്ടിൽ പോയി. സന്ധ്യയായപ്പോൾ അവൻ ഞാൻ താമസിക്കുന്ന ആശ്രമത്തിൽ വന്ന് എന്നെ അന്വേഷിച്ചു. ഞാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോടും കൂടി ഒന്ന് സാരമില്ലെന്ന് പറയുമോ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവൻ പറഞ്ഞു, എൻ്റെ അമ്മ ഹൃദ്രോഗിയാണ്. ടെൻഷൻ വന്നാൽ കരയും, ബോധം കെടും, ആശുപത്രി കൊണ്ടുപോകണം. ഞാനീ പണി കാണിച്ചതോർത്ത് അപ്പൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയാണ്. അമ്മ കരയാൻ തുടങ്ങി. ബോധം കെട്ട് ആശുപത്രി പോയാൽ അതിൻ്റെ മുഴുവൻ പഴിയും എൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ട് കോളേജിൽ വെച്ച് എന്നോട് സാരമില്ലെന്ന് പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോടും കൂടി ഒന്ന് സാരമില്ലെന്ന് പറയൂ. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോൾ അവന് എൻ്റെ കയ്യെ പിടിച്ച്, അച്ഛൻ എന്നെ സഹായിക്കണം എന്ന് താണ് അപേക്ഷിച്ചു. അങ്ങനെ ആ രാത്രി ഞാൻ അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ പോയി. പലതവണ അവൻ്റെ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് സാരമില്ലെന്ന് പറഞ്ഞു ഞാൻ പോന്നു. വർഷങ്ങൾക്ക് ശേഷം, പ്രിയപ്പെട്ടവരെ, ഏതോ നാട്ടിൽ നിന്ന് എനിക്ക് ആ വിദ്യാർത്ഥിയുടെ ഒരു കത്ത് കിട്ടി. അതിൻ്റെ അകത്ത് അവൻ ഇങ്ങനെ എഴുതിയിരിക്കുക: സാർ, എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചപ്പോൾ എവിടെ നിന്നോ പ്രത്യാശയമായി ഒരു പ്രകാശരശ്മി കടന്നു വന്നു. അത് അന്ന് അങ്ങ് പറഞ്ഞ സാരമില്ല എന്ന വാക്കുകളായിരുന്നു. വേറൊന്നും ആ കത്തിലില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഒരു സാരമില്ല എന്ന് ഒരു മനുഷ്യൻ പറയുന്ന വാക്കിന് ഇത്രയും സ്വാധീനശക്തിയുണ്ടോ? എൻ്റെ രണ്ടാമത്തെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരിക്കൽ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയതാണ്. പോരാനിറങ്ങുമ്പോൾ അവിടെയുള്ള കുഞ്ഞു കുട്ടി അടുത്ത കടയിൽ കൊണ്ടുപോയി മിഠായി വാങ്ങിക്കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി കരയാൻ തുടങ്ങി. ആ കൊച്ചുകുട്ടിയുടെ കരച്ചിലും കണ്ടുകൊണ്ട് പോരണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് കടയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ആ കുട്ടി കൈ ഉയർത്തി എൻ്റെ കണ്ണാടിയെ പിടിച്ച് വലിച്ചു. അത് താഴെ വീണ് പൊട്ടിയാൽ പിന്നെ എനിക്കൊന്നും വായിക്കാൻ മേല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചാടി കൈ ഉയർത്തി എൻ്റെ കണ്ണാടിയെ പിടിച്ചു. പെട്ടെന്ന് ഞാൻ കരമുയർത്തിയപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ തെറിച്ച് ടാർ ചെയ്ത് റോഡിലേക്ക് വീണു. പെട്ടെന്ന് എൻ്റെ മുഖം മാടി. ആ കുട്ടി അത് തിരിച്ചറിഞ്ഞു. ആ കുട്ടി എനിക്കിട്ട് കവിളത്തൊരു ഉമ്മ തന്നുകൊണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, സാരമില്ല. പ്രിയപ്പെട്ടവരെ, ആ മൊബൈൽ താഴെ വീണതിൻ്റെ എല്ലാ വിഷമവും എനിക്ക് ആ സമയത്ത് മാറി. ഞാനൊരിക്കൽ ടൈഫോയിഡ് പിടിച്ചൊരു ആശുപത്രി കിടക്കാം. എൻ്റെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നുമില്ല, നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്യൂട്ടിയിലുള്ള നേഴ്സ് വൈകുന്നേരം വന്ന് മരുന്നുമൊക്കെ തന്നു പോയി. ഇനി രാവിലെ വന്നാലും മതി. പക്ഷെ എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. ഞാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ഒരു പാതിരാ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡ്യൂട്ടിയിലുള്ള നേഴ്സ് അതിലെ വന്നു. ഞാൻ ഉറങ്ങാതെ കിടക്കുന്ന കണ്ടിട്ട് അവർ എന്നോട് ചോദിച്ചു, ഉറങ്ങിയില്ലേ? ഇല്ല. എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ബ്രദറെ, അസുഖം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ചില വിഷമമൊക്കെ ഉണ്ടാകും, സാരമില്ലെന്നേ. ഇതിനേക്കാൾ എത്രയോ വലിയ രോഗികൾ ഇവിടെ കിടക്കുന്നു. ഇത്
അങ്ങനെ ഗൗരവമുള്ള രോഗമൊന്നും അല്ലല്ലോ, സാരമില്ലാന്ന് വെച്ച് ഉറങ്ങാൻ നോക്ക്, ഞാൻ പോട്ടെ, രാവിലെ കാണാം. അങ്ങനെ ആ സിസ്റ്റർ പോയി. പ്രിയപ്പെട്ടവരെ, അല്പം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങുകയും ചെയ്തു. വീണ്ടും വാക്കിൻ്റെ ശക്തി, മനുഷ്യൻ്റെ വാക്ക് മറ്റുള്ളവരിലുണ്ടാക്കുന്ന സ്വാധീന ശക്തി എനിക്ക് ബോധ്യപ്പെട്ട സമയമാണ്. ഞാൻ ഹോസ്റ്റൽ വാർഡനായിരുന്ന കാലത്ത് പലപ്പോഴും രാത്രിയിൽ കുട്ടികൾക്ക് അസുഖം പിടിക്കും. അപ്പോൾ പലപ്പോഴും ഇവരെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഒരിക്കൽ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഡ്യൂട്ടിയുള്ള ഡോക്ടർ കിടന്നുറങ്ങണം. നഴ്സുമാർ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു. എന്നെയും രോഗിയെയും കണ്ടത് ഡോക്ടർ ദേഷ്യപ്പെട്ട് ഒരൊറ്റ ചോദ്യമാണ്, ആ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കിടക്കുന്നവരെന്തിനാ ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളേ? ഡോക്ടറുടെ ഉറക്കം പോയതിൻ്റെ ദേഷ്യം ഡോക്ടർ തീർത്ത. പക്ഷേ ഈ പാതിരാത്രിക്ക് ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയെ കൊണ്ട് ചെന്ന എനിക്ക് അതെൻ്റെ മനസ്സിലൊരു മുറിവായി. നോക്കുക, മനുഷ്യൻ്റെ വാക്ക് മറ്റുള്ളവരെ എങ്ങനെ മുറിപ്പെടുത്തുമെന്ന്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുക. അന്ന് വഴക്ക് ശക്തിപ്പെട്ടു വന്നു. വഴക്ക് കൂടി വന്നപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ കല്യാണ ആലോചന നടക്കുന്ന കാലത്ത് എത്രയോ നല്ല ചെറുക്കന്മാരെന്നെ കാണാൻ വന്നതെന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ടും നിങ്ങളെ കെട്ടാനാണല്ലോ എനിക്ക് തോന്നിയത്. ആ വാക്ക് കേട്ടപ്പോൾ ആ ഭർത്താവിന് തോന്നിയ വിഷമം എത്രയായിരിക്കും. ഇന്നും തന്നെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയുടെ കൂടെയാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ള വിഷമത്തിൽ, നിസ്സംഗതയിൽ, സങ്കടത്തിൽ ആ മനുഷ്യൻ ആ സ്ത്രീയുടെ കൂടെ കഴിയുന്നുണ്ട്. ഞാനതൊക്കെ പറഞ്ഞത് വാക്കുകൾ, മനുഷ്യൻ്റെ വാക്കുകൾ മറ്റുള്ളവരിൽ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുമെന്ന് പറഞ്ഞതിന് ചില ഉദാഹരണങ്ങളാണ്. നമുക്കറിയാം, വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന കലഹങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ അഥവാ കുടുംബത്തിലെ കലഹങ്ങൾ, അയൽക്കാർ തമ്മിലുള്ള കലഹങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ, ഇങ്ങനെ എല്ലാം തന്നെ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ വാക്കുകൾ വഴിയായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു, മനുഷ്യൻ്റെ വാക്കിന് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് ഇതിനേക്കാൾ എത്രയോ കൂടുതൽ ശക്തി കാണും, എത്രയോ കൂടുതൽ സ്വാധീനം കാണും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്തയാണ് ബൈബിൾ വായിക്കണം, ദൈവവചനം വായിക്കണമെന്ന ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. കാരണം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യൻ്റെ വചനത്തേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുടച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്ന് ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ് എന്ന് വെച്ചാൽ അത് എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കുന്നതാണ് എന്ന് അർത്ഥം. ഉണ്ടാകട്ടെ എന്ന വചനം കൊണ്ടാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി, അതേ ദൈവം പറഞ്ഞ, യേശുക്രിസ്തുവിലൂടെ പറഞ്ഞ വാക്കുകൾ ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ശതാധിപൻ്റെ വൃദ്ധന് സൗഖ്യം കിട്ടി. യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തിയെന്ന് മത്തായി 8:16 എഴുതിയിരിക്കുന്നു. അടങ്ങുക, ശാന്തമാവുക എന്ന് യേശു പറഞ്ഞപ്പോൾ ഗലീലിയ തടാകത്തിലെ കാറ്റും കോളും സ്ലീഹന്മാരുടെ മനസ്സും ശാന്തമായി എന്ന് മർക്കോസ് 4:39 എഴുതിയിരിക്കുന്നു. എഴുന്നേറ്റ്
നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് തളർവാദ രോഗിയോട് യേശു പറഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് പോയി എന്ന് മത്തായി 9:6 നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് യേശു പറഞ്ഞപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടിയെന്ന് മത്തായി 9:22 നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ അന്ധർക്ക് കാഴ്ച കിട്ടിയെന്ന് മത്തായി 9:29 വായിക്കുന്നു. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ കാനാൻകാരിയുടെ മകൾ സുഖപ്പെട്ടുവെന്ന് മത്തായി 15:29 എഴുതിയിരിക്കുന്നു. യേശു ശാസിച്ചപ്പോൾ അപസ്മാര രോഗിയിൽ നിന്ന് പിശാച് പുറത്തുപോയി എന്ന് മത്തായി 17:18 അവനെ വിട്ട് പുറത്തു പോവുക എന്ന് യേശു പറഞ്ഞപ്പോൾ പിശാച് ബാധിതൻ സുഖപ്പെട്ടുവെന്ന് മർക്കോസ് 1:25 നമ്മൾ വായിക്കുന്നുണ്ട്. തുറക്കപ്പെടട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ബധിരനും കേൾക്കാനും സംസാരിക്കാനും സാധിക്കാതിരുന്നവനുമായ മനുഷ്യന് സംസാരശക്തി കേൾവിശക്തി ധരിച്ചു കിട്ടിയെന്ന് മർക്കോസ് 7:34 വായിക്കുന്നുണ്ട്. ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം പറിച്ച് തിന്നാതിരിക്കട്ടെ എന്ന് അത്തിമരത്തോട് യേശു പറഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയതായി മർക്കോസ് 11:14 എഴുതിയിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് തൻ്റെ പാദത്തിൽ തൈലം പൂശിയ ആ സ്ത്രീയോട് യേശു പറഞ്ഞപ്പോൾ അവൾ സമാധാനത്തോടെ തിരിച്ചുപോയി എന്ന് ലൂക്കാ 7:50 എഴുതിയിരിക്കുന്നു. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞപ്പോൾ കൂനുള്ള സ്ത്രീക്ക് സൗഖ്യം കിട്ടി. ലൂക്കാ 13:12-13 വചനങ്ങൾ. നിങ്ങൾ നിങ്ങളെ തന്നെ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടി. ലൂക്കാ 17:14. ഭരണികളിൽ വെള്ളം നിറയ്ക്കുക, ഇനി കോരി കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുക എന്ന് യേശു പറഞ്ഞപ്പോൾ വെള്ളം വീഞ്ഞായി എന്ന് യോഹന്നാൻ 2:7-9 വചനങ്ങളിൽ വായിക്കുന്നു. സമറിയാക്കാരിയോട് യേശു പറഞ്ഞ വാക്കുകൾ അവളെ മാനസാന്തരപ്പെടുത്തുകയും ശിഷ്യയാക്കുകയും ചെയ്തുവെന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക എന്ന് 38 വർഷമായി തളർന്നു കിടന്ന മനുഷ്യനോട് യേശു പറഞ്ഞപ്പോൾ അയാൾ കിടക്കയും എഴുന്നേറ്റ് സ്ഥലം വിട്ടു. നീ ശിലോഹ കുളത്തിൽ പോയി കഴുകുക എന്ന് അന്ധനോട് പറഞ്ഞു. അയാൾ പോയി കഴുകിയപ്പോൾ കാഴ്ച കിട്ടി. യോഹന്നാൻ 9:7. ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് അഴുകിയ ലാസർ പുറത്തു വന്നുവെന്ന് യോഹന്നാൻ 11:43 നമ്മൾ വായിക്കുന്നു. ഞാൻ നിൻ്റെ പാദം കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കുണ്ടാവില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, എങ്കിൽ കർത്താവേ, എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യോഹന്നാൻ 13:8-9 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവം വചനം പറയുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് അവിടെ നടക്കുന്നു. ഞാനൊന്നുകൂടി ആവർത്തിക്കട്ടെ. ദൈവം ഒരു വചനം പറയുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം എന്ത് ഉദ്ദേശിച്ചുവോ അത് അവിടെ സംഭവിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ പറയുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവം പറയുമ്പോൾ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ പറയുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും മനസാന്തരങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ സംഭവിക്കുന്നു. ഇതാണ് എനിക്ക് ബോധ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യെശയ്യാ 55:10-11 വചനങ്ങൾ പറയുന്നു. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനവും അങ്ങനെ തന്നെ
ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും. യെശയ്യാ 40:8 നമ്മൾ വായിക്കുന്നു, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. ജെറമ്യ 5:14 നമ്മൾ വായിക്കുന്നു, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. പ്രിയപ്പെട്ടവരെ, കരിസ്മാറ്റിക് ധ്യാനത്തിലെ കുറ്റം കണ്ടുപിടിക്കാൻ പോയ ഒരു മനുഷ്യൻ ആ ധ്യാനത്തിലൂടെ വലിയൊരു അഭിഷേകം സ്വീകരിച്ച് ആത്മീയ ശുശ്രൂഷകനായി മാറിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആൾ തന്നെ പറയുന്നത്, കർത്താവിൻ്റെ വചനം കൊണ്ട് ആ ധ്യാനഹോളിൽ വെച്ച് അയാളെ വിറകാക്കി കത്തിച്ചു, രൂപാന്തരപ്പെടുത്തി. വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഒരിക്കലും ഒരു അബ്കാരി കോൺട്രാക്ടറോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടാവുകയും മദ്യഷാപ്പുകൾ നിർത്തുകയും ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ പറയുമ്പോഴും ശക്തി ഉണ്ടാകുന്നു, ഫലമുണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ ധ്യാനം, കൺവെൻഷൻ തുടങ്ങിയവ നടക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ദൈവവചനം പറയുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നത്, മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നത്, ക്ഷമിക്കുവാൻ ശക്തി കിട്ടുന്നത്, വിശ്വാസം വർദ്ധിക്കുന്നത്, പൈശാചിക പീഡകൾ വിട്ടുപോകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോഴും വചനത്തിൻ്റെ ശക്തി പുറപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമുക്ക് തരുന്നത് മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്. നമ്മളോട് സംസാരിക്കുന്ന അധികം പേരും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നു, മാധ്യമങ്ങളിലൂടെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുന്നു. ഇതിന് മറുമരുന്നാണ് ദൈവത്തിൻ്റെ വചനം. സുഖപ്പെടുത്തുന്ന, പ്രത്യാശ തരുന്ന, സമാധാനം തരുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം എന്ത് അർത്ഥം വെച്ചുവോ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. പ്രിയപ്പെട്ടവർ, ഈ ഒരു ബോധ്യമാണ് എത്രയോ തവണ ബൈബിൾ വായിക്കുവാൻ, പിന്നെയും പിന്നെയും വായിക്കുവാൻ എനിക്ക് പ്രചോദനം തരുന്നത്. ഈ ഒരു ബോധ്യം കിട്ടിയാൽ നിങ്ങളും ഇത് വായിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് വചനത്തിലൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. യേശുക്രിസ്തു വചനത്തിലൂടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം നൽകി. ഇന്നും ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അനേക മനുഷ്യർ ശുശ്രൂഷ ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം സംഭവിക്കുന്നു. അനേക മനുഷ്യർ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ വലിയ സൗഖ്യവും വിടുതലും എല്ലാം കിട്ടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നു, മനസ്സമാധാനം കൊണ്ട് നിറയുന്നു. കർത്താവേ, അതുകൊണ്ട് വചനത്തിൻ്റെ സ്വാധീന ശക്തി ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി തരണമേ. ഞങ്ങൾ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ആ വചനത്തിലൂടെ അവിടെ നിന്ന് എന്ത് ഉദ്ദേശിച്ചുവോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമേ. വചനം വായിക്കുവാനുള്ളൊരു ദാഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.